പഴയ നിയമത്തിൽ സൃഷ്ടികർത്താവായ യഹോവ, പുതിയ നിയമത്തിൽ യഹൂദ ഗോത്രത്തിലെ സിംഹം, വെളിപ്പാടിലെ ഇടിനാദവും സർവശക്തനും അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നതെന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞോ എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട്, സഭ ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന് എന്ന ഈ ആദ്യ വിശ്വാസത്തിലേക്ക് മടങ്ങി വരിക. ഇല്ലാഞ്ഞാൽ നന്നല്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് റോമർ 10:9. യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറയണം എന്ന കാര്യം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും യേശുവിനെ കർത്താവ് എന്ന്. യേശുവാണ് പുത്രൻ, പക്ഷേ പുത്രനാണ് പിതാവ് എന്ന് പറഞ്ഞാൽ ആരും സമ്മതിക്കില്ല. പക്ഷേ ആത്മീക നാമമാണിത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ആക്ഷരിക നാമത്തിൻ്റെ ആത്മീയ നാമമാണ് കർത്താവായ യേശു ക്രിസ്തു. ഓക്കെ, നമ്മളതാണ് നോക്കുന്നത്. അപ്പോൾ കന്യകയിലൂടെ എടുത്ത ജഡശരീരത്തിൽ വന്നത് ഇസ്രായേൽ ജനത്തിൻ്റെ സ്വന്തമായവനാണെന്ന് നമുക്ക് മനസ്സിലായത്. സ്വന്തമായവൻ, ഇസ്രായേൽ ജനത്തെ തിരഞ്ഞെടുത്തു, സ്വന്തമായവരിലേക്ക് ഒന്ന് അവർ തള്ളിക്കളഞ്ഞു. അപ്പോൾ ഇസ്രായേൽ ജനത്തെ തിരഞ്ഞെടുത്ത യഹോവയായ കർത്താവ് അല്ലെങ്കിൽ സൃഷ്ടികർത്താവ് തന്നെയാണ് യേശു ക്രിസ്തു എന്ന നാം കണ്ട ബോഡിക്കുള്ളിൽ ഇരുന്നത്. ഇസ്രായേൽ ജനം മക്കൾ ജഡരക്തങ്ങളോട് കൂടിയായതുകൊണ്ട് അവനും അവരെ തിരഞ്ഞെടുത്ത സ്വന്തമായവൻ അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയായതാണ്. അപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ ഇസ്രായേൽ ജനം എന്ന മക്കളുടെ പിതാവ് ആരാണെന്ന് നമ്മൾ നോക്കുന്നത്. യെശയ്യാ പ്രവാചകൻ 63:16 പറയുന്നു, നീയോ യഹോവേ ഞങ്ങളുടെ പിതാവാകുന്നു, യുഗാരംഭം മുതൽ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ. നോക്കൂ, വീണ്ടെടുപ്പുകാരനും യഹോവയായ കർത്താവായ ദൈവം തന്നെയാണ് പിതാവ്. ഇസ്രായേൽ ജനത്തിൻ്റെ പിതാവും യഹോവ ദൈവം തന്നെയാണ്. ഇനി മറ്റൊരു ഇണവചനം, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31:9 പറയുന്നു, അവർ കരഞ്ഞുകൊണ്ടുവരും, യാചിക്കുന്നവരായി ഞാൻ അവരെ കൊണ്ടുവരും, അവർ ഇടറിപ്പോകാത്ത നിരപ്പുള്ള വഴിയിൽ ഞാൻ അവരെ നീർത്തോടുകൾക്കരികെ നടത്തും, ഞാൻ ഇസ്രായേലിന് പിതാവും എഫ്രൈം എൻ്റെ ആദ്യജാതനും. നോക്കൂ, വീണ്ടും ഇസ്രായേൽ ജനത്തിൻ്റെ പിതാവ്. നോക്കൂ, മക്കൾ ജഡരക്തങ്ങളോടുകൂടി ആയതുകൊണ്ട് പിതാവാണ് വന്നത് എന്ന് തെളിയിക്കാൻ, 2-3 വ്യക്തി അല്ല എന്ന് തെളിയിക്കാനാണ് ഇത്രയും വചനങ്ങൾ എടുക്കുന്നത്. മലാഖി 2:10 പറയുന്നു, നമുക്ക് എല്ലാവർക്കും ഒരു പിതാവല്ലോ ഉള്ളത്, ഒരു ദൈവം തന്നെയല്ലയോ നമ്മളെ സൃഷ്ടിച്ചത്. കണ്ടോ, സകലത്തിൻ്റെ സൃഷ്ടിതാവ് ഒരു പിതാവ്, അവൻ തന്നെയാണ് സൃഷ്ടികർത്താവായ ദൈവം, അവൻ തന്നെയാണ് പിതാവ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം നോക്കാം. കന്യകയിലൂടെ എടുത്ത ജഡശരീരം നോക്കൂ. ഇവിടെ പുത്രൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ഗബ്രിയേൽ ദൂതൻ മറിയോട് വന്ന് പറഞ്ഞ്, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ജനിക്കുന്ന വിശുദ്ധ പ്രജ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് കന്യകയുടെ ഉദരത്തിൽ ഒരു ജഡശരീരം, വെറും ഒരു ജഡശരീരം മാത്രമാണ്. അതാണ് 1 യോഹന്നാൻ 4:2 പറയുന്നത്, യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കുന്നവൻ മാത്രമാണ് ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിച്ചവൻ. അതായത് അബ്രഹാമിന് മുമ്പേ ഞാൻ ഉണ്ട്. അപ്പോൾ സൃഷ്ടികർത്താവ്, അബ്രഹാമിന് മുമ്പേ ഉള്ള സൃഷ്ടികർത്താവായ യഹോവയ ദൈവം തന്നെയാണ് ഇസ്രായേൽ ജനം മക്കളുടെ അടുക്കലേക്ക് ഇറങ്ങി വന്നത്. ഇനി അവൻ തന്നെയാണ് പിതാവും സ്വന്തമായെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ആരാണ് ഈ ഇറങ്ങി വന്നതെന്നുള്ളത് വീണ്ടും നമ്മൾ വചനം പരിശോധിക്കുകയാണ്. യെശയ്യാ പ്രവാചകൻ 9:6 നോക്കൂ, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു. അതായത് ബോഡി, കന്യകയിൽ നിന്ന് ഒരു ജഡശരീരം. യേശു ക്രിസ്തു ജഡത്തിൽ വന്നു. ജഡം യേശു ക്രിസ്തു അല്ല, യേശു ക്രിസ്തുവിനാണ് ബോഡി. ക്രൂശിൽ മരിച്ചപ്പോൾ യേശുവിൻ്റെ ശരീരം ക്രൂശിൽ നിന്ന് ഇറക്കി കല്ലറയിൽ വെച്ചു എന്നാണ്. യേശു മരിച്ചിട്ടില്ല. യേശു മരിച്ചു എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ ആത്മാവാണ്. ആ മരിച്ചു എന്നവിടെ പറയുന്നത് എന്താണ്? പാപം വഹിച്ചുകൊണ്ട് പാപത്തിൻ്റെ ശിക്ഷയേറ്റ ശരീരമാണ് നിർജീവമായി മരിച്ചിരിക്കുന്നത്. ആ സമയത്ത് യേശു എന്തോ ചെയ്തു? എഫെസ്യർ ലേഖനം 4-ാമത്തെ അധ്യായം നോക്കി അറിയാം. അഗാധ കൂപങ്ങളിൽ പോയി ബദ്ധന്മാരെ വിടുവിച്ച് മുകളിലേക്ക് കയറി. പിന്നെയോ നോഹയുടെ കാലത്ത് അനുസരണം കെട്ടവരുടെ അടുക്കലേക്ക് പോയി സുവിശേഷം അറിയിച്ചു. അപ്പോൾ യേശു ക്രിസ്തു എന്ന ആത്മാവ് അപ്പോൾ ജീവനുണ്ട്. യോന കടലാമയുടെ വയറ്റിൽ 3 ദിവസം ഇരുന്നത് പോലെ അല്ലാതെ വേറെ അടയാളമില്ല. യോന കടലാമയുടെ ഉള്ളിൽ ഇരുന്നപ്പോൾ പ്രാർത്ഥിച്ചു. ഓക്കെ, അതുപോലെ യേശു ക്രിസ്തുവിൻ്റെ ശരീരം നിർജീവമായി കല്ലറയിലിരിക്കുമ്പോഴും യേശു പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. എന്താ തോള്? ആധിപത്യം എന്ന് വെച്ചാൽ ദൈവം, സൃഷ്ടികർത്താവ്, അവൻ സർവ്വത്തിൻ്റെ മേൽ. അവൻ്റെ തോള്, ദൈവത്തിൻ്റെ തോൾ എന്ന് വെച്ചാൽ ശരീരമാണ്. അത് ആ ശരീരത്തിൽ ആണ് ദൈവം ഇരിക്കുന്നത് എന്നാണ് എൻ്റെ അർത്ഥം. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്. നോക്കൂ, നിത്യപിതാവ്, വെറും പിതാവ് എന്ന് പറഞ്ഞാൽ മതി. നിത്യപിതാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും ഒന്ന് സൃഷ്ടിക്കുന്നതിന് മുമ്പും
എല്ലാ സൃഷ്ടിയുടെയും അവസാനം വീണ്ടും എല്ലാം സകല കർത്താവിൽ ഒന്നായി ചേർക്കുക എന്ന് പറയുമ്പോൾ ഈ നിത്യത മുതൽ നിത്യത വരെ ഒരൊറ്റ പിതാവേ ഉള്ളൂ, അവൻ നമ്മുടെ സൃഷ്ടികർത്താവായ ദൈവം. ആ കർത്താവ് തന്നെ, ആത്മാവായ ആ കർത്താവ് തന്നെയാണ് ജഡശരീരത്തിൽ ഭൂമിയിൽ വന്നത്. എന്തുകൊണ്ട് ജഡശരീരത്തിൽ വന്നു? മലാഖി 3:1 പറഞ്ഞു, നിങ്ങൾ അന്വേഷിക്കുന്ന നിയമദൂതനും കർത്താവുമായവൻ. അപ്പോൾ അവർ ഏത് കർത്താവിനെ അന്വേഷിച്ചത്? യെശയ്യാപ്രവാചകൻ നമ്മൾ കണ്ടു, 34-ാമത്തെ അധ്യായത്തിലും 25-ലും നമ്മൾ കണ്ടു. അവരുടെ രക്ഷിതാവും വീണ്ടെടുപ്പുകാരനും സൃഷ്ടികർത്താവുമായ ദൈവം തന്നെ ഇറങ്ങി വന്ന് അവരെ രക്ഷിക്കുമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിയമദൂതനുമായവൻ പെട്ടെന്ന് തൻ്റെ മന്ദിരത്തിലേക്ക് വന്നു. മലാഖി 3:1. അപ്പം മന്ദിരം എന്ന് പറഞ്ഞപ്പോൾ അവരുടെ വ്യാഖ്യാനം, ഇന്ന് എല്ലാവരും വചനത്തെ തെറ്റായി വ്യാഖ്യാനിക്കുന്നത് പോലെ അവർ വ്യാഖ്യാനിച്ചിരുന്നത് യെരുശലേം ദേവാലയത്തിൽ വരുമെന്നായിരുന്നു. പക്ഷേ വന്നപ്പോഴോ മന്ദിരം, ശരീരം, കന്യക ഗർഭിണിയായ ശരീരത്തെ എടുത്തു. ആ ശരീര സൃഷ്ടി എന്ന ശരീരമാണ് പുത്രൻ. ആ പുത്രൻ എന്ന ശരീരത്തിൻ്റെ ഉള്ളിലേക്കാണ് ദൈവം എന്ന ആത്മാവ് ഇറങ്ങി വന്നത്. ഓക്കെ, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവൻ നിത്യപിതാവ്. ആവർത്തനം 18:18 ഒരു വാക്യമുണ്ടായിരുന്നു. യേശു വന്ന കാലത്ത് യേശുവിൻ്റെ മുമ്പിൽ നിന്ന് വേദശാസ്ത്രിമാർ മറന്നുപോയ ഒരു വേദവാക്യം. ഇന്ന് അപ്പോസ്തല പ്രവൃത്തി മുതലുള്ള ദൈവത്തിൻ്റെ വചനം വിശ്വസിച്ച് പ്രമാണിച്ചനുസരിക്കണമെന്ന് യേശു പറഞ്ഞ വാക്യം മറന്നതുപോലെ പഴയ നിയമത്തിൽ അവർ മറന്ന വചനം ഏതാണ്? ആവർത്തന പുസ്തകം 18:18 മോശയോട് പറയാണ്, നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച്, കണ്ടോ, എഴുന്നേറ്റ് വരുമ്പോൾ ശരീരധാരിയായി, ജഡരക്തം കൊണ്ടുവരുമ്പോൾ സഹോദരനായി. യഹോവ പറയാണ്, എൻ്റെ വചനങ്ങളെ അവൻ്റെ നാവിന്മേലാക്കും. നാവെന്താ? ശരീരം. ശരീരത്തിനുള്ളിൽ അകത്തിരുന്ന ആരാ? ഈ സൃഷ്ടികർത്താവായ ദൈവം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ സ്വയമായി ഒന്നും സംസാരിക്കുന്നില്ല, പിതാവ് അത്രേ സംസാരിക്കുന്നത്. പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രൻ സ്വതവേ, അത് ശരീരത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല. അതിപ്പോൾ ഞാൻ പോൾരാജ്, എൻ്റെ പപ്പയുടെ അമ്മയുടെയും സൃഷ്ടി, എൻ്റെ പപ്പയുടെ അമ്മയുടെയും പുത്രൻ എന്ന് പറയുന്നത് എൻ്റെ ഈ ബോഡിയാണ്. ഈ ബോഡിക്കുള്ളിലാണ് ആത്മീക മനുഷ്യൻ, ഇന്നർ മാൻ ഇരിക്കുന്നത്. അതുപോലെ യേശു കന്യകയിൽ നിന്നെടുത്ത, മറിയയിൽ നിന്നെടുത്ത ജഡശരീരം, ദൈവത്തിൻ്റെ വചനത്താൽ ഉരുവാക്കിയ ജഡശരീരത്തിലിരുന്ന സൃഷ്ടികർത്താവായ ദൈവം എൻ്റെ വചനങ്ങളെ അവൻ്റെ നാവിന്മേലാക്കും. എന്നിട്ടോ ഞാൻ അവനോട് കൽപ്പിക്കുന്നതൊക്കെയും അവൻ അവരോട് പോയി. ആ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം ഇവിടെ അവനെന്ന് പറഞ്ഞിരിക്കുന്നു എന്നതുകൊണ്ട് വേറെ വ്യക്തി എന്നല്ല. ഇസ്രായേലിൻ്റെ രാജാവായ സൈന്യങ്ങളുടെ യഹോവ, അവൻ തീഷ്ണതയുള്ള ദൈവം, കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നതാണ്. അതുപോലെ യേശുവും പറഞ്ഞിട്ടുണ്ട്. ലൂക്കോസ് സുവിശേഷം 24 ക്രിസ്തു മരിച്ച് അടക്കി 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ്, യേശു ക്രിസ്തു തന്നെ പറയണേ, അവൻ്റെ നാമത്തിൽ പാപമോചനവും മാനസാന്തരവും. പഴയ നിയമത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. യേശുവിനാണെങ്കിൽ പറയാമെങ്കിൽ അത് എൻ്റെ നാമത്തിൽ എന്ന് പറയാം. അവിടെ പറഞ്ഞു അവനെന്ന് പറഞ്ഞുകൊണ്ട് വേറെ വ്യക്തിയല്ല. അപ്പോൾ എൻ്റെ വചനങ്ങളെ ഞാൻ അവൻ്റെ നാവിന്മേലാക്കി ഞാൻ അവനോട് കൽപ്പിക്കുന്നത് അവൻ അവരോട് പറയും. യേശു ക്രിസ്തു നിൽക്കുന്ന സമയത്ത് യേശുവിൻ്റെ കൂടെ അല്ലെങ്കിൽ ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന ജനത്തോട് പറയും. അതായത് യഹോവ കർത്താവ് തന്നെ പറയാണ്. 18:19 അവൻ എൻ്റെ നാമത്തിൽ പറയുന്ന എൻ്റെ വചനങ്ങൾ. നോക്കൂ, പുത്രനുടെ ഏത് നാമത്തിലാണ് വന്നത്? കർത്താവ് യേശു ക്രിസ്തു നാമം. ഇത് ആരുടെ നാമം? സൃഷ്ടികർത്താവിൻ്റെ നാമം. ദൈവം ഓരോ കാലത്തും തൻ്റെ നാമത്തെ രൂപാന്തരപ്പെടുത്താറുണ്ട്. ഞാനാകുന്നവൻ ഞാൻ, ഏലോഹീം, മൽക്കീസേദെക്ക്, അപ്പോൾ യഹോവ അല്ലെങ്കിൽ യഹോശുവ മശിഹ, അതിൻ്റെ ഷോർട്ട് ഫോമാണ് യഹോവ. അപ്പോൾ ഇങ്ങനെയെല്ലാം വെളിപ്പെടുത്തിയെങ്കിലും യെഹെസ്കേൽ 38 അവിടെ പറയുന്നത് ഈ നാമങ്ങളെല്ലാം വെളിപ്പെടുത്തിയ ശേഷം കർത്താവ് പറയാണ്, ഇസ്രായേലിൻ്റെ നടുവിൽ ഞാൻ എൻ്റെ നാമം ദൂതൻ മുഖാന്തരം വെളിപ്പെടുത്തും. നോക്കൂ, ഇസ്രായേലിൻ്റെ നടുവിൽ കന്യാമറിയത്തിൻ്റെ അടുക്കൽ വന്നപ്പോൾ എന്ത് പേരിടാൻ പറഞ്ഞു? യേശു എന്ന പേരിടാൻ. ഇനി പഴയ നിയമത്തിലെ വെളിച്ചമാണ്, പഴയ നിയമകാലം മുതൽ വെളിച്ചമാണ് ദൈവം, അല്ലേ? അഗ്നിസ്തംഭം. പൗലോസിന് ആ ദൈവത്തെ മാത്രമേ അറിയാവൂ, യേശുവിനെ വിശ്വസിച്ചിരുന്നില്ല. യേശുവിനെ വിശ്വസിക്കുന്നവരെ ഉപദ്രവിച്ച് നടക്കുകയായിരുന്നു. എന്നാൽ പൗലോസ് ദമാസ്കസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് ഒരിക്കൽ വെളിച്ചം കണ്ടു. അതായത് പഴയ നിയമത്തിലെ കർത്താവിനെ കണ്ടു. ആ വെളിച്ചം കണ്ടപ്പോൾ അവൻ വീണപ്പോൾ അവൻ ചോദിക്കണം, കർത്താവേ നീ ആരാകുന്നു? അതൊരു പ്രകാശം കണ്ടു. പഴയ നിയമത്തിൽ ദൈവം, ആ ദൈവം സൃഷ്ടികർത്താവ്, വെളിച്ചം, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം, അല്ലെങ്കിൽ ഞാനാകുന്നു വെളിച്ചം. ആ കർത്താവ് പറയാണ്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. ദൈവത്തിൻ്റെ പേരെന്താണ്? യേശു. ദൈവം ഡയറക്റ്റ് പറഞ്ഞിരിക്കുകയാണ്. അപ്പം പുത്രൻ വന്നിട്ട് അവൻ എൻ്റെ നാമത്തിൽ പറയുന്ന എൻ്റെ വചനങ്ങൾ. അപ്പോൾ സുവിശേഷങ്ങളിൽ ആരുടെ വചനം? യേശുവിൻ്റെ വചനം. ഇതാരുടെ പേരാ? പിതാവിൻ്റെ പേര്. കർത്താവ്, ആ പിതാവായ സൃഷ്ടികർത്താവായ ദൈവം പഴയ നിയമത്തിൽ പിതാവ് എന്നറിയപ്പെട്ടു. അവൻ ശരീരധാരിയെ വന്നപ്പോഴത്തേക്ക് പുത്രൻ എന്നറിയപ്പെട്ടു. കാരണം അത് ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചനുസരിക്കാൻ പഴയ നിയമകാലത്ത് ആരുമില്ലായിരുന്നു, അനുസരിക്കുന്ന ആരുമില്ല, എല്ലാവരും എന്തെങ്കിലും തെറ്റിപ്പോയവരാ. അപ്പം ദൈവം തന്നെ ശരീരധാരിയായി വന്ന് ദൈവത്തിൻ്റെ കൽപ്പനകളെ എങ്ങനെ വിശ്വസിച്ച് പ്രമാണിച്ചനുസരിക്കണമെന്ന് നമുക്കൊരു റോൾ മോഡൽ കാണിച്ചു തരിക. ആ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ വഴി നടത്തപ്പെടുന്ന ഒരു വ്യക്തിയുടെ റോൾ ആണ് ചെയ്യുന്നത്. അപ്പോഴാണ് പുത്രൻ, ആത്മാവ് വഴി നടത്തുന്നവർ ദൈവത്തിൻ്റെ പുത്രന്മാർ. അപ്പോൾ പിതാവിൻ്റെ സ്ഥാനത്ത് ആത്മാവായി നിന്ന ദൈവം, ഗോഡ് എബോവ് us,
ആ ദൈവം നമ്മോട് കൂടെ, ഗോഡ് വിത്ത് അസ് ഇൻ ശരീരത്തിനുള്ളിൽ അന്ന് നമ്മോട് കൂടെ ആയിരുന്നു, ഗോഡ് വിത്ത് അസ്. ആ പുത്രൻ തന്നെ പറഞ്ഞു, കുറഞ്ഞു എന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ, ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പ് പറയാണ്, കുറഞ്ഞു എന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, വീണ്ടും കുറഞ്ഞു എന്ന് കഴിഞ്ഞാലോ ഞാൻ പോയി മടങ്ങി വന്ന് എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഇരിക്കും. പുത്രനാണ് പറഞ്ഞിരിക്കുന്നത്. ആ ശരീരവുമായി ഉയർത്തെഴുന്നേറ്റ് മുകളിലേക്ക് പോയി. അപ്പോൾ ഇവിടുന്ന് ആത്മാവായ ദൈവം ഗോഡ് എബോവ് അസ്, ശരീരധാരിയായ ദൈവം വന്നപ്പോൾ ഗോഡ് വിത്ത് അസ്, ശരീരവുമായി മുകളിൽ പോയിട്ട് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ഗോഡ് ഇൻ അസ്, ഒരേ ഒരു ദൈവം. അപ്പോഴും ലോകം കാണുകയില്ല, ലോകത്തിന് തന്നെ അറിയുകയോ പ്രാപിക്കുകയോ കഴിയില്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിൻ്റെ ആത്മീയ നാമം കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുമ്പോൾ, നോക്കൂ, കർത്താവായ യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ എല്ലാ ക്രിസ്ത്യാനികളും അവിശ്വാസികളും ലോകത്തുള്ള എല്ലാവരും ഒരു വ്യക്തിയാണ്, ഒരു നാമമാണ്. പക്ഷേ ഇത് ആരുടെയാണ്? സൃഷ്ടികർത്താവായ ദൈവം 3 രീതിയിൽ വെളിപ്പെട്ട ആക്ഷരിക വാക്കാണ് ഇത്. ഈ ആക്ഷരിക വാക്കുകളുടെ ശുശ്രൂഷ നടക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് പ്രാപിച്ചാൽ അവൻ ഈ കർത്താവായ യേശു ക്രിസ്തു എന്ന വെളിപ്പാട് ഗ്രഹിക്കും. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു എന്ന ഏകനാമം, പിതാവിൻ്റെ നാമം കർത്താവ്, യേശു വിളിച്ച് ദൈവമായ കർത്താവ്. പുത്രൻ്റെ നാമം കന്യാഗർഭിണിയായ മകനെ പ്രസവിക്കുക, അവന് യേശു എന്ന് പറയണം. പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നതാണ് ക്രിസ്തുവിൻ്റെ മുദ്ര. പരിശുദ്ധാത്മാവിൽ സംസാരിക്കുന്നു, ക്രിസ്തുവിൽ സംസാരിക്കുന്നു, ക്രിസ്തുവിൽ മരിച്ചവർ ഭാഗ്യവാന്മാർ. അപ്പോൾ ലോകത്ത് മുഴുവൻ ക്രിസ്ത്യാനികൾ ഇടറി വീണിരിക്കുന്നത് എവിടെയാണ്? ഈ ആത്മീക നാമത്തിൻ്റെ ആക്ഷരിക നാമം പറഞ്ഞപ്പോൾ അവർക്ക് ഇത് 3ആയിട്ട് തന്നെ തോന്നുന്നു. ഇന്നും സകല ക്രിസ്ത്യാനികൾ ഇത് 3 പിന്നെ നമ്മൾ തർക്കിക്കാൻ പോയാൽ 3 ചേർന്ന 1 പറയും. ഒന്നുകിൽ നീ ശീതവാനാവുക, ഇല്ലെങ്കിൽ ഉഷ്ണവാനാവുക. ഇത് ശീതോഷ്ണവാനാകയാൽ ഞാൻ എൻ്റെ വായിൽ നിന്ന് ഉമിഴ്ന്നു കളഞ്ഞു എന്നാണ്. അപ്പോൾ ലോകം മുഴുവൻ വീണു പോയിരിക്കുന്നത് ആക്ഷരിക വാക്യം എടുക്കുമ്പോൾ, ആക്ഷരിക നാമം, അക്ഷരം കൊല്ലുന്നു, ഇത് ആത്മീക നാമം, ആത്മാവോ ജീവിപ്പിക്കുന്നു. ഇവിടെയാണ് യേശു പറഞ്ഞു, എങ്കലിടറാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ ആക്ഷരിക വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സകല സഭകൾ ഇടറിപ്പോയിരിക്കുകയാണ്, വീണുപോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ വീഴ്ചയിൽ നിന്ന് എഴുന്നേൽക്കാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടാൻ പറഞ്ഞപ്പോൾ ആ നാമം, പിതാവിൻ്റെ നാമം കർത്താവ്, പുത്രൻ്റെ നാമം യേശു. നോക്കൂ, പരിശുദ്ധാത്മാ നാമം ക്രിസ്തു, ഒറ്റ നാമത്തിൽ ബൈബിൾ സ്ഥാനപ്പെട്ടിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്ഥാനപ്പെടുത്തുന്നു, അല്ലെങ്കിൽ സ്ഥാനപ്പെടുന്നു, അതാണ് സ്ഥാനപ്പെടേണ്ടതെന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്നത്, അപ്പോൾ നിങ്ങൾ പുത്രൻ്റെ നാമം മാത്രമേ എടുക്കുന്നുള്ളൂ, പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും തള്ളിയല്ലോ, നിങ്ങൾ ശരിയല്ല, ദുരുപദേശകർ. നോക്കൂ, അവർ വീണ്ടും ആത്മീയതയെ ജഡീകതമായി കൂട്ടിക്കലർത്തും, ബുദ്ധിയിലാക്കണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ പുത്രൻ വന്ന് ശുശ്രൂഷിച്ചാണ് അല്ലേ? അത് ശരിയാണ്, ഞാൻ നിങ്ങൾ വിശ്വസിക്കുന്നു. ആ പുത്രൻ്റെ പേരല്ലേ യേശു? അല്ലെങ്കിൽ നീ തിരിച്ചു പറയാണ്, മത്തായി, മാർക്കോസ്, ലൂക്കോസ് യേശുവിൻ്റെ സുവിശേഷമാണ്. അതെ, അതാണ് പുത്രൻ്റെ സുവിശേഷം. അപ്പം നമ്മൾ യേശുവിൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ പുത്രനെ തള്ളിയോ? ഇല്ല. ഇനി പുത്രൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശുവിനെ തള്ളിയോ? പക്ഷെ പുത്രൻ്റെ നാമം ഒന്നേ ഉള്ളൂ, അത് ആ നാമത്തിൽ ചെയ്യാൻ പറഞ്ഞ നാമേ ഉള്ളൂ. അതുപോലെ പിതാവിനെ തള്ളി എന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുമ്പോൾ ഈ കർത്താവാണ് പിതാവ്, നമ്മൾ പിതാവിനെ തള്ളിയില്ല. ക്രിസ്തു എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ്. ഇത് ലോകത്തെ ബൈബിൾ കോളേജ് പിശാചാണ് തുടങ്ങിയത്. മുഴുവൻ ബൈബിൾ കോളേജുകളും സെമിനാരികളും പിശാചാണ് തുടങ്ങിയത്. അതുകൊണ്ടാണ് അവർ ഇന്നും ഇതിനെ 3ആക്കി പഠിപ്പിക്കുന്നു. എന്നിട്ട് 3 ചേർന്ന 1 പറയും. നമ്മൾ സംസാരിക്കാൻ പോകുമ്പോൾ എപ്പോഴും അവർ 3ആക്കി സംസാരിക്കും. 1 എന്ന് പറഞ്ഞ് സംസാരിച്ചാലും പിന്നെ അതിനെ 3ആക്കുന്നു. അത് അവരുടെ ഉള്ളിൽ ആത്മാവ് അതിനെ വലിച്ചു നീട്ടുകയാണ്, ദൈവത്തെ അപമാനിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളെങ്ങനെ ശ്രദ്ധിക്കുക, എൻ്റെ വചനങ്ങളെ ഞാൻ അവൻ്റെ നാവിന്മേലാക്കി, ഞാൻ അവരോട് കൽപ്പിക്കുന്ന എൻ്റെ വചനം യാതൊരുത്തരും കേട്ടില്ലെങ്കിൽ ചോദിക്കുന്നതും ദൈവം. ഈ ഒരൊറ്റ വാക്യമാണ് യേശുവിൻ്റെ കാലത്തുള്ള സകല ജനങ്ങൾ മറന്നുപോയത്. ഈ ഒരൊറ്റ വാക്യം വിശ്വസിക്കാത്ത കാരണത്താൽ അവരെല്ലാം മരിച്ചുപോയി എന്ന് നമുക്കറിയാം. ഇന്ന് അതുപോലെ തന്നെ യേശു പോകാൻ സമയത്ത് നോക്കൂ, മശിക വരുമ്പോൾ മശികയെ കേൾക്കണം എന്ന് പറഞ്ഞു യഹോവയുടെ ഇഷ്ടം. അപ്പോൾ മശിക വന്നപ്പോൾ എന്ത് പറഞ്ഞു? ഞങ്ങൾക്ക് നിന്നെ വേണ്ട, ഞങ്ങൾക്ക് മോശ പറഞ്ഞത് മതി. 2000 വർഷം പുറകിലേക്ക് പോയുള്ള വചനം എടുത്ത് അനുസരിക്കാൻ ശ്രമിച്ചു. ഈ മോശ പറഞ്ഞപ്പോൾ കേൾക്കാത്തവരുടെ തലമുറയാണ് 2000 വർഷത്തിന് ശേഷം യേശുവിൻ്റെ മുമ്പിൽ നിന്നത്. അപ്പോൾ സഭാപ്രസംഗി 1:9 പ്രകാരം സൂര്യന് കീഴെ പുതിയതായൊന്നും സംഭവിക്കുന്നില്ല. പണ്ട് 2000 വർഷം മുമ്പ് എന്ത് സംഭവിച്ചോ അത് തന്നെ ഇപ്പോഴും സംഭവിക്കുള്ളൂ. നോക്കൂ, യേശു പോകാൻ സമയത്ത് പറഞ്ഞു, ലൂക്കോസ് 10:16. അപ്പോൾ യേശു പറഞ്ഞു, ഞാൻ പോകുന്ന പ്രയോജനം, ഞാൻ പോയ ശേഷം പരിശുദ്ധാത്മാവ് വരും, അവനെ കേൾക്കണമെന്ന്. ലൂക്കോസ് 10:16. അപ്പോസ്തലന്മാർ അയക്കുമ്പോൾ, നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു, നിങ്ങളെ തള്ളുന്നവൻ എന്നെ തള്ളുന്നു, എന്നെ തള്ളുന്നവൻ എന്നെ അയച്ചവനെ തള്ളുന്നു. കാരണം എന്താ? പുത്രൻ്റെ ശരീരത്തിനുള്ളിൽ സംസാരിച്ചത് പിതാവാണ്. എന്നെ അയച്ചവൻ എന്ന് പറഞ്ഞാൽ ആ ശരീരത്തിൽ തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി എന്ന വന്നു, അയച്ചു, പോയി എന്നൊക്കെ ഉണ്ട്. ഞാൻ പിതാവിനോട് ചോദിക്കും മറ്റൊരു കാര്യസ്ഥനും, പക്ഷെ അവിടെ പറഞ്ഞു ഞാൻ പോയി കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ മടങ്ങി വന്ന് ലോകാവസാനം എല്ലാ നാളും നിങ്ങളോട് ഇരിക്കുന്നല്ലേ. മത്തായി 28:20 നോക്ക്,
ലോകാവസാനത്തോളം നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ യേശു ക്രിസ്തു ഇന്ന് പിതാവിൻ്റെ വലതുഭാഗത്ത് ഇവിടെ ഇരിക്കുന്ന ആര്? മൂന്നാമത്തെ ആൾ. അപ്പോൾ വചനം തെറ്റിപ്പോവില്ലേ? നോക്കൂ, ആത്മീയനാണ് കാര്യങ്ങൾ ഗ്രഹിക്കുന്നത്. ആത്മാവ്, പരിശുദ്ധാത്മാവ് ലഭിക്കാത്തതിനാലാണ് വീണ്ടും 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 മൂന്നാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഒന്നെന്ന് പറഞ്ഞാലും വീണ്ടും മൂന്നാക്കുന്നു. പരിശുദ്ധാത്മാവ് ലഭിക്കണമെങ്കിൽ ഒറ്റ വഴികൾ ഓരോരുത്തർ കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്നാനപ്പെടണം, പാപമോചന സ്നാനം. ഞാൻ ഈ വിഷയത്തിൽ ലാസ്റ്റ് പറയുന്നുണ്ട്, സ്നാനം കൂടെ പറയാം, താല്പര്യമുള്ള കേൾക്കുക. അപ്പോൾ യോഹന്നാൻ 13:20 പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ അയക്കുന്നവനെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. ഇന്ന് അപ്പോസ്തലന്മാരെ കേൾക്കണമെന്ന യേശു പഴയ നിയമത്തിൽ ആവർത്തന പുസ്തകം 18:18 മശിക, യഹോവയുടെ ഇഷ്ടം മശിക വരുമ്പോൾ കേൾക്കണമെന്ന്. അത് ആരും കേട്ടില്ല, ഒരു ബൈബിൾ ജ്ഞാനിയും കേട്ടില്ല. അന്നത്തെ ബൈബിൾ ജ്ഞാനികൾ കേട്ടില്ലെങ്കിൽ ഇന്നും ഭൂമി മുഴുവനുള്ള ഒരു ബൈബിൾ ജ്ഞാനികളും അപ്പോസ്തലൻ പറഞ്ഞത് പൂർണ്ണമായി കേൾക്കില്ല. നോക്കൂ, കത്തോലിക്ക മുതൽ പെന്തക്കോസ്തുള്ള സാധനം മുഴുവനും പിതാവ്. നോക്കും, ഇത് മരണമാണ്, ഇത് മരണത്തിൻ്റെ, അതിൻ്റെ ആത്മീക നാമം ജീവിക്കുന്നു. ആത്മാവ് ജീവിക്കുന്നു, അക്ഷരം കൊല്ലുന്നു. അപ്പോൾ ഇന്ന് യേശു പോയ ശേഷം പറയുന്നു അപ്പോസ്തലനെ കേൾക്കണം. അവരെന്താ പറയുന്നത്? ഞങ്ങൾക്ക് അപ്പോസ്തലൻ പറഞ്ഞത് വേണ്ട, പത്രോസ് പറഞ്ഞ സ്ഥാനം വേണ്ട, യേശു പറഞ്ഞത് മതി. പക്ഷേ പത്രോസിൻ്റെ ഉള്ളിൽ ഇത് പറഞ്ഞു തരാം, ഇതേ യേശു ക്രിസ്തു തന്നെയാണ്, ഞാൻ പോയി മടങ്ങി വന്ന് എല്ലാ നാളും ഇരിക്കും. അപ്പോൾ ഇവർക്കിത് മനസ്സിലാകുന്നതാ? യേശു എന്നെ പറഞ്ഞു, ലോകത്തിന് എന്നെ പ്രാപിക്കാൻ കഴിയില്ല, അതുകൊണ്ട് എന്നെ മനസ്സിലാക്കാൻ കഴിയില്ല. കർത്താവിനെ പ്രാപിക്കണമെങ്കിൽ യേശു ക്രിസ്തു നാമത്തിൽ സ്ഥാനമേൽക്കണം. അത് തന്നെ പിശാചാകെ തകർത്ത് കളഞ്ഞിരിക്കുന്നു. റോമർ 8:14 നോക്കും, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കൾ. അപ്പോൾ ദൈവം പിതാവാണെന്ന് നമ്മൾ നോക്കുകയാണ്. അപ്പോൾ ദൈവാത്മാവ് കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ സ്ഥാനപ്പെട്ട് പരിശുദ്ധാത്മാവ് ലഭിക്കുന്നവർ മാത്രമാണ് കേട്ടോ. ഇല്ലാതെ അവകാശപ്പെടുന്നതിന് കുഴപ്പമൊന്നും 98% അങ്ങനെയെങ്കിൽ യേശു പറഞ്ഞ എത്രയോ വചനം തെറ്റിപ്പോവും. വാതിലിടുക്കമുള്ളത്, വഴി ഞെരുക്കമുള്ളത്, കണ്ടെത്തുന്നവർ ചുരുക്കം, വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെടുന്നവർ ചുരുക്കം. നോക്കൂ, ആക്ഷരികത്തിൽ വീണുപോയി, എല്ലാം വീണ് കിടക്കുകയാണ്. അതിനെ വിട്ടിട്ട് ഈ ആത്മീയതയിൽ വരാനാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. റോമർ 8:15 നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രത്വത്തിൻ്റെ ആത്മാവിനെ. എന്താ സ്വപുത്രത്തിൻ്റെ ആത്മാവ്? നമ്മുടെ ഉള്ളിൽ വന്ന പരിശുദ്ധാത്മാവാണ് ദൈവം. ആ ദൈവത്തിൻ്റെ വചനത്തെ, കൽപ്പനകളെ പ്രമാണിക്കാൻ ദൈവം എന്നെ ഓർമ്മപ്പെടുത്തുമ്പോൾ ആ വചനപ്രകാരം ജീവിക്കുന്നതിനുള്ള അനുസരണയുടെ ആത്മാവ്, അതിൻ്റെ സ്വഭാവമാണ്, അല്ല വേറെ ആത്മാവല്ല. ആ ആത്മാവ് തന്നെ കീഴ്പ്പെട്ട് കൊടുത്തുകൊണ്ട് എളിമയിൽ നിന്നുകൊണ്ട് ആ വചനം വിശ്വസിച്ച് പ്രമാണിച്ചനുസരിക്കുന്നതിനാണ് പുത്രത്വൻ്റെ ആത്മാവ്. ഇതാണ് യേശു ക്രിസ്തു. ദൈവം തന്നെയാണ്, പക്ഷേ ദൈവത്തിൻ്റെ വചനം എങ്ങനെ വിശ്വസിക്കണം, പ്രമാണിച്ചനുസരിക്കണം. വിശ്വസിച്ചനുസരിക്കുമ്പോൾ എന്തെല്ലാം പ്രതികൂലം ഉണ്ടാവും, പ്രതികൂലത്തിന് നടുവിൽ എങ്ങനെ പ്രവർത്തിക്കണം. അങ്ങനെ നീ മരിച്ചു പോയാൽ നിന്നെ വീണ്ടും ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇതെല്ലാം കാണിച്ചു തരുന്നതിനാണ് സൃഷ്ടികർത്താവായ ദൈവം ശരീരധാരിയായിട്ട് വന്നത്. ഗലാത്യരിലും പറയുന്നത്, നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്, അനുസരണയുടെ ആത്മാവിനെ പ്രാപിച്ചിരിക്കുന്നു. ഇവിടെ നോക്ക്, ആത്മാവ് പ്രാപിക്കാൻ പാപമോചനം വേണം. യേശു പറഞ്ഞു, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ വിശുദ്ധരാകുവിനെന്നാണ്. അതിനൊരൊറ്റ വഴിയുള്ളൂ, പുതിയ നിയമസഭ. ഇത് ബൈബിൾ കോളേജ് വഴി മുഴുവൻ ലോകത്തെ തെറ്റിച്ചിരിക്കുകയാണ്. നോക്ക്, യേശുക്രിസ്തു പോയി, യേശുക്രിസ്തു തന്നെ വന്ന് ഒരു സഭ മുഴുവൻ നടത്തി ഇനിയുള്ള സഭകൾ എങ്ങനെ ആയിരിക്കണമെന്ന് അതാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. FSS സഭാകാലം, ആ കാലത്തുണ്ടായിരുന്ന വിശ്വാസികളാണ് വളരെ കൂടുതൽ. അത് കഴിഞ്ഞപ്പോൾ ഓരോ സഭാകാലത്തിലും വിശ്വാസികൾ കുറഞ്ഞു വന്നിരിക്കുന്നു. ഇത് അപ്പോസ്തല പ്രവൃത്തിയിലുള്ള സഭാകാലങ്ങളാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കത്തോലിക്ക സഭ വന്ന് എല്ലാം തകിടം മറിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓരോന്നും നിൽക്കുകയാണ്. അടുത്ത് മാർത്തോമ സഭ വന്ന്, അത് കഴിഞ്ഞപ്പം CSI സഭ വന്നു. അപ്പോൾ വിശ്വാസം കുറഞ്ഞു വരികയാണ്. പക്ഷേ പള്ളിക്കകത്ത ജനമുണ്ട്, ധാരാളം ജനമുണ്ട്, കോടിക്കണക്കിന് ജനങ്ങൾ ഇരിപ്പോൾ ലോകത്താകമാനം പല വിവിധ സഭകളിൽ. ഇന്നത്തെ സഭകളാണ് കത്തോലിക്ക, നമ്മുടെ ബൈബിൾ എഴുതിയ അപ്പോസ്തല പ്രവൃത്തികൾ, അത് കത്തോലിക്ക, മാർത്തോമ സഭ, CSI സഭ. ഇത് ലൂതറൻ സഭ, ലൂതറാണ് വിളിച്ചു കൂട്ടിയത്. ഓരോ സഭാകാലങ്ങൾ ഞാൻ പറയുന്നുണ്ട്, ഓരോ സഭാകാലത്തിലും വിളിച്ചു കൂട്ടിയത്. വെസ്ലി, ഇന്ന് കാണുന്ന പെന്തക്കോസ്ത് സഭയെ വിളിച്ചു കൂട്ടിയത് ജോൺ വെസ്ലിയാണ്, ജർമ്മൻകാരനായ ജോൺ വെസ്ലി. 1750 അന്ന് അദ്ദേഹത്തോട് ദൈവം സംസാരിച്ചപ്പോൾ ദൈവം ആത്മാവാകുന്നു, ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കണം, സ്നാനത്തിന് മുങ്ങി വേണം എന്ന് മാത്രമേ യേശുക്രിസ്തു നാമം അന്ന് വെളിപ്പെടുത്തി കൊടുത്തില്ല. അത് കേട്ടപ്പോൾ ഈ സുവിശേഷം അറിയിച്ചത് കത്തോലിക്ക, മാർത്തോമ, CSI, ലൂതറൻ മിഷൻ ഇങ്ങോട്ടാണ് അറിയിച്ചത്. ഇത് ഇങ്ങോട്ട് അറിയിച്ചപ്പോൾ നമ്മളൊക്കെ ആ സഭകളിലായിരുന്നു. അത് കേട്ട് വിശ്വസിച്ചവർ ഇവിടെ നേരെ പെന്തക്കോസ്തിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ ഉള്ളവരെന്ത് പറഞ്ഞു? പോകരുത്. കാര്യം എന്താ? ഇവിടെ ഇവർ പഠിപ്പിച്ചിരിക്കുന്നത് ജനം, അവരുടെ കൂടെ ഇടയിരിക്കുന്ന ജനത്തിന് മനസ്സിലായില്ല. മനസ്സിലായവർ അവരെ വിട്ടിട്ട് പെന്തക്കോസ്തിലേക്ക് വന്നു. 1906 ആയപ്പോൾ പെന്തക്കോസ്ത്, ഇന്ന് കാണുന്ന പെന്തക്കോസ്ത് കാലം തീർന്നിട്ട് ബ്രൻഹാം എന്നൊരു വ്യക്തിയിലൂടെ ദൈവം വിളിച്ച് അപ്പോസ്തലന്മാരിലൂടെ തുടങ്ങി ഇതേ ഒരു വിശ്വാസം, ഒരു സ്നാനം, ഒരു കർത്താവ്, ഒരു ആത്മാവ്, ഒരു ഉപദേശം, ഈ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് മടക്കി കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ സ്നാനം കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ പഠിപ്പിച്ചു. ഇതെന്താ? ഇവിടെ യേശുക്രിസ്തു നാമത്തിലായിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു വന്നു പോയി പരിശുദ്ധാത്മാവായി വന്നപ്പോഴുണ്ട് സഭയുടെ വിശ്വാസത്തിൽ നിന്ന് തെറ്റി നിൽക്കുന്നവരെ
യേശു മത്തായി 13:30 പറഞ്ഞു ഗോതമ്പിനെ കളപ്പുരയിൽ ശേഖരിക്കണം. അപ്പോൾ ദൈവാത്മാവ് ഇവിടെ വിത്ത് വിതച്ചു. ഒന്നാമത്തെ എഫെസോസിൽ പരിശുദ്ധാത്മാവ് വിത്ത് വിതച്ചപ്പോൾ ഇതിനകത്ത് തന്നെ സാത്താൻ വിത്ത് വിതച്ചു. അത് ബൈബിൾ കോളേജിൻ്റെ ജ്ഞാനികളായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 4:12 നോക്കുക. സ്വർഗത്തിന് താഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് നൽകിയ ഏകനാമം കർത്താവായ യേശു ക്രിസ്തു. മഹാപുരോഹിതന്മാർ എല്ലാവരും കൂടെ പറഞ്ഞു ഈ നാമം, അതായത് കർത്താവ് യേശു ക്രിസ്തു നാമം അശേഷമുണ്ടരുത്. അപ്പോസ്തലപ്രവൃത്തി 4:17-18 വായിച്ചു നോക്കുക. ഈ നാമം അശേഷമുണ്ടരുത്, ആരോട് ഉപദേശിക്കരുത്. അത് എതിർ ക്രിസ്തു വിത്ത് വിതച്ചതാണ്. ഇവിടെ മുതൽ ഈ കത്തോലിക്ക സഭ മുതൽ പെന്തക്കോസ്ത് വരെ ഈ യേശുക്രിസ്തു നാമത്തിലുള്ള സ്നാനത്തിന് പകരം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ദുഷ്ടൻ്റെ വിത്താണ്. ഈ വാക്കുകൾ ഉപയോഗിച്ചിടുന്ന പാപമോചിക്കില്ല. അപ്പോൾ യേശുക്രിസ്തു നാമത്തിലാണ് പാപമോചനം എന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇന്ന് ലാസ്റ്റ് സഭയിൽ ഈ ഒന്നാമത്തെ സഭയുടെ ദൈവിക വെളിപ്പാടുകൾ വിശ്വസിച്ചപ്പോൾ ഞങ്ങളെപ്പോലുള്ളവർ കർത്താവ് പറഞ്ഞു ഇവിടെ ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുന്നവരുണ്ടായിരുന്നു. ഞാനൊക്കെ പെന്തക്കോസ്തിൽ ഇരിക്കുകയായിരുന്നു. ഇവിടെ ഇരിക്കുമ്പോഴാണ് ഈ ഒന്നാമത്തെ സഭയുടെ വിശ്വാസവും സ്നാനവും പ്രത്യാശയും കൈവെപ്പും കൂട്ടായ്മ അതിൻ്റെ വെളിപ്പാടുകൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഉള്ളതിൽ നാം അറിയണമെന്ന് ദൈവം ആഗ്രഹിച്ച സകല മർമ്മങ്ങളും തുറന്നു, എല്ലാ മുദ്രകളും പൊട്ടിച്ചു. മഹോദരകാലത്ത് സംഭവിക്കേണ്ടല്ല, ദൈവത്തിൻ്റെ മർമ്മം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ അടച്ച മുദ്രയിട്ടേക്ക് അന്ത്യനാൾ തുറക്കും. അതിപ്പോൾ തുറന്നു. അത് തുറന്നത് അവർക്കറിയില്ല. അതുകൊണ്ടാണ് ഭൂമിയിലെ എല്ലാ സഭകളും യേശു വന്ന് തൻ്റെ മണവാട്ടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി 7 വർഷം എന്നാണ് പഠിപ്പിക്കുന്നത്. ശുദ്ധ ഭോഷ്കാണത്. 3.5 വർഷം, 70 ആഴ്ചവട്ടം മുതൽ 69 ആഴ്ചവട്ടം കഴിഞ്ഞ് ഒരാഴ്ചവട്ടം, അതായത് 7 വർഷമുള്ളപ്പോൾ യേശു ഭൂമിയിലേക്ക് വന്ന് ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ ഹനനയാവും ഭോജനവും നിർത്തലാക്കി. അപ്പം 3.5 വർഷം ശുശ്രൂഷിച്ചു. ക്രൂസിന് യാഗമായതുകൊണ്ട് എല്ലാ യാഗവും നിർന്നു. ഇനി യേശു ക്രിസ്തു ഒരിക്കലേ കഴിച്ച ശരീരയാഗത്തിൽ വിശുദ്ധീകരിക്കപ്പെടുന്നു. ബാക്കി 3.5 വർഷമേ ഉള്ളൂ. വെളിപ്പാട് പുസ്തകം നോക്കും, 1 കാലം 2 കാലം അരക്കാലം 1260 ദിവസം. എന്നാൽ പരിശുദ്ധാത്മാവ് പ്രാപിക്കാത്തത് കൊണ്ട് ദാനിയേലിന്റെ പ്രവാചകന്റെ പുസ്തകത്തിലെ മുദ്രകൾ തുറന്നതുകൊണ്ട് ഈ കത്തോലിക്ക മുതൽ പെന്തക്കോസ്ത് വരെ നിൽക്കുന്നവർ ഇന്നും 7 വർഷം തന്നെ പഠിപ്പിക്കുന്നു. അതുപോലെ ധാരാളം വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ദൈവം വിത്ത് വിതച്ചപ്പോൾ പിശാച് വിത്ത് വിതച്ചു. യേശുക്രിസ്തു നാമം അശേഷമുണ്ടരുത്, ആരോട് ഉപദേശിക്കരുത്. അപ്പോസ്തലപ്രവൃത്തി 4:12 ദൈവം വിത്ത് വിതച്ചു പത്രോസിലൂടെ. 4:17-18 5 വാക്യം താഴെ സാത്താൻ അന്നത്തെ മഹാപുരോഹിതന്മാരിലൂടെ വിതയ്ക്കുന്നു ഈ നാമം അശേഷമുണ്ടരുത്. അപ്പോൾ ഇവിടെ കള വിതച്ചു. ഓരോ കാലത്തിലും കള പിഴുതു മാറ്റില്ല. കർത്താവ് എന്താ പറഞ്ഞാൽ കൊയ്ത്തോളം വളരട്ടെ, കൊയ്ത്തിൻ്റെ നാളിൽ യജമാനൻ ദൂതന്മാരെ അയക്കും. ദൂതന്മാർ വന്നിട്ട് ഗോതമ്പിനെ കളപ്പുരയിൽ ശേഖരിക്കും. അപ്പോൾ അതുവരെയും ഈ കളയും ഗോതമ്പും ഒന്നുപോലെ തന്നെ വയലിൽ തെങ്ങിയിരിക്കും. ഇതേ ഇപ്പം യേശുക്രിസ്തു വരാൻ സമയമായപ്പോഴത്തേക്ക് എന്താ ഗോതമ്പിനെ കളപ്പുരയിൽ ശേഖരിക്കണം. ഗോതമ്പ് ആരാണ്? അപ്പോസ്തല പ്രവൃത്തിയിൽ അപ്പോസ്തലന്മാർ തുടങ്ങിയ ഒരു വിശ്വാസം, ഒരു സ്നാനം, ഒരു കർത്താവ്, ഒരു ആത്മാവ്, ഒരു ഉപദേശം. ഈ ഒരു വിശ്വാസത്തിലേക്കാണ് ഏറ്റവും അവസാനം നിൽക്കുന്ന സഭയിലേക്ക് ഇപ്പം ഞങ്ങൾ വിളിച്ചു പറയുന്നത്. അപ്പോൾ പെന്തക്കോസ് കാലം സഭ കൂടിയപ്പോൾ പെന്തക്കോസിൻ്റെ വചനം മുമ്പോട്ട് സഭകളിൽ വിളിച്ചു പറഞ്ഞു, കേട്ട് വിശ്വസിച്ച കത്തോലിക്ക, മാർത്തോമാ, CSI, ലൂതർ മിഷൻ, സൗന്ദര്യ ഇവിടേക്കുള്ള ആൾക്കാർ പെന്തക്കോസിലേക്ക് പോയി. വിശ്വസിച്ചവർ മാത്രം എല്ലാവരും പോയില്ല. ഇന്ന് ഞങ്ങൾ അപ്പോസ്തലന്റെ വിശ്വാസം ഈ ഒരു സ്നാനം വിളിച്ചു പറയുന്നത് 7ാമത്തെ സഭാകാലത്തിലാണ്. കർത്താവ് വരുന്നതിന് തൊട്ട് മുമ്പ് ഒറിജിനൽ സീഡിനെ പുറത്തേക്ക് വിളിച്ച്, അതായത് യേശു യോഹന്നാൻ 10 പറഞ്ഞത് എൻ്റെ ആടുകളെ ഞാൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്ന. അപ്പോൾ എല്ലാവരും പുറത്തേക്കൊന്നും വരില്ല. ആരോണ കർത്താവിൻ്റെ ജനം അവർ മാത്രമേ പുറത്തേക്ക് വരികയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വിളിച്ചു പറയുന്നത്. ഇനി രക്തം ചീന്തിയിട്ടല്ലാതെ പാപമോചനം ഇല്ല എന്ന് ബൈബിൾ എബ്രായർ 9:20. എന്തിനാണ് എല്ലാവരും പാപമോചനത്തിന് രക്തം ചീന്തുന്നുണ്ട്? ക്രിസ്തു വിശ്വാസികളും അല്ലാതുള്ളവരും ലോകത്ത് സകല മനുഷ്യരും പാപമോചനത്തിന് രക്തം ചീന്തുന്നുണ്ട്. ഏദൻ തോട്ടത്തിൽ നടന്നത് രക്തസംബന്ധമായ ഒരു പാപമാണ്. കായീൻ അവിടെ ഫലവൃക്ഷമാണ് തിന്നെങ്കിൽ കായീൻ ഫലവൃക്ഷം കൊണ്ടു കൊടുത്തു, ദൈവം അത് സ്വീകരിച്ചില്ല. ഹാബേൽ ദൈവത്തിൻ്റെ വെളിപ്പാടിൽ മനസ്സിലായി അവിടെ ഒരു രക്തസംബന്ധമായ പാപം നടന്നതുകൊണ്ട്, ഒരു ജീവൻ അവിടെ വന്നതുകൊണ്ട്, ഒരു ജീവനെ കൊന്നുകൊണ്ട് രക്തം ചീന്തി. നോക്കൂ, അവിടെ കൊടുത്തത് എന്താണ്? കുഞ്ഞാടിനെയാണ് കൊടുത്തത്. ഹാബേൽ, അതായത് പ്രതീകാത്മക വരാൻ പോകുന്ന യേശുക്രിസ്തു എന്ന കുഞ്ഞാടിൻ്റെ പ്രതീകമായി കറക്റ്റ് പാപമോചന സ്നാനം ഇന്ന് ആരാണോ ചെയ്തത്? കർത്താവ് യേശുക്രിസ്തു. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ നാമത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മുടെ സ്നാനവും കർത്താവ് യേശുക്രിസ്തു നാമം ചെയ്യണമെന്ന് പറഞ്ഞാൽ പാപമോചന സ്നാനം നിവർത്തിച്ചത് യേശുക്രിസ്തുവാണ്. വിശ്വാസികളുടെ പിതാവാരാണ്? അബ്രഹാം. അബ്രഹാമിന് ഒരു പുത്രനെ കിട്ടി. ആ പുത്രനെ യാഗം കഴിക്കാൻ പറഞ്ഞ് കൊണ്ടുപോയപ്പോഴും അതല്ല, ദൈവം ഒരു കുഞ്ഞാടിനെ കാണിച്ചു കൊടുത്തു. നോക്കൂ, അവിടെ ഒരു കുഞ്ഞാടിനെയാണ് കർത്താവ് കൊടുത്തത്. അതിനു മുമ്പ് കുറുമ്പ്രാവിനെ, ആട്ടുകൊറ്റന്മാരെ അറുത്തു. പക്ഷെ ദൈവത്തിൻ്റെ രീതി കുഞ്ഞാടിനെ തന്നെ ബലിയർപ്പിക്കണം. അതുകൊണ്ടാണ് രക്തത്തിൻ്റെ പാപപരിഹാരമായി കുഞ്ഞാട് ആണ് ഇന്ന് നമുക്ക് ഒരുക്കിയിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു. ആ രക്തം ചീന്തിയ കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നാനം ചെയ്യുമ്പോൾ കർത്താവാണ് കണക്കിടുന്നത്. സ്വർഗം നമുക്ക് നൽകിയ വചനമാണ് കർത്താവ് യേശുക്രിസ്തു നാമം സ്നാനപ്പെടുന്നത്. മനുഷ്യരിരുന്ന് വ്യാഖ്യാനിച്ചാൽ, ഇപ്പോൾ പറഞ്ഞില്ല യേശു വന്നപ്പോൾ എന്ത് പറഞ്ഞു? ഞങ്ങൾക്ക് നിന്നെ വേണ്ട, മോശ പറഞ്ഞത് മതി. 2000 വർഷം പുറകിലേക്ക് പോയി.
കർത്താവായ യേശുക്രിസ്തു നാമത്തിലെ സ്നാനം ഇന്ന് ഞങ്ങൾ പറയുമ്പോൾ പലരും എന്താ പറയുന്നത്, ഇത് വേണ്ട, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ 2000 വർഷം പുറകിലേക്കുള്ള വചനത്തിൽ പോവുകയാണ്. ഇത് അപ്പോസ്തല പ്രവൃത്തി മുതൽ യേശുക്രിസ്തു വരുന്നത് വരെയുള്ള വചനമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പുറകിലേക്ക് പോവുകയാണ്. അപ്പോൾ ഹാബേൽ യേശുക്രിസ്തു നാമത്തിൽ അല്ലെങ്കിൽ കുഞ്ഞാടിനെ യാഗം കഴിച്ചു, അബ്രഹാം കുഞ്ഞാടിനെ യാഗം കഴിച്ചു, യേശുക്രിസ്തുവും കുഞ്ഞാട് തന്നെയായിരുന്നു യാഗം. അത് തന്നെയാണ് നാം ഇന്ന് ചെയ്യേണ്ടത്. നമ്മൾ എടുക്കുന്ന റോമർ 10:9 ഇതിനെ തുടർന്ന് എടുക്കുന്നത് യേശു തന്നെ ക്രിസ്തു. ക്രിസ്തു എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവാണ്. അപ്പോൾ നമ്മൾ ആക്ഷരികം പറഞ്ഞാൽ പുത്രൻ തന്നെ പിതാവ് എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല, പുത്രൻ തന്നെ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല. പക്ഷേ പുത്രനാണ് യേശുവാണ് കർത്താവ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കും, യേശുവാണ് ക്രിസ്തു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കും. ഇത് ആത്മീകം. ഈ ആത്മീയതയെ നശിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ കൊല്ലുവാനായിട്ട് പെട്ടെന്ന് ആക്ഷരികം കൊണ്ടുവരും. ആക്ഷരികത്തിൽ പോയാൽ എപ്പോഴും 3 തന്നെ. ഇത് ദൈവത്തിൻ്റെ രീതിയാണ്. ഏദൻ തോട്ടത്തിൽ ജീവനും വെച്ചു മരണവും വെച്ചു. ദൈവം മനഃപൂർവ്വം തന്നെയാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് ഉപയോഗിച്ചത്. ദൈവം തന്നെ ഒറ്റ നാമം, പിതാവിൻ്റെ നാമം കർത്താവ്, പുത്രൻ്റെ നാമം യേശു, പരിശുദ്ധാത്മാവ് നാമം ക്രിസ്തു. കർത്താവ് യേശു ക്രിസ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ മരണം വിട്ട് നാം ജീവനിലേക്ക് കടക്കേണ്ടവരാകുന്നു. ഇനി സങ്കീർത്തനം 95:3 നോക്കൂ. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്ക് മീതെ മഹാരാജാവ് തന്നെ. തീത്തോസ് 2:12 പറയുന്നു, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു. നമുക്ക് ഒരു മഹാദൈവമേ ഉള്ളൂ. ആ മഹാദൈവമാണ് പുത്രൻ എന്ന ശരീരത്തിനുള്ളിൽ വന്നത്. അപ്പോൾ യേശു ക്രിസ്തുവാണ് മഹാദൈവം. ഇനി ബദ്ധന്മാരെ വിടുവിച്ച് മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. പഴയ നിയമത്തിൽ വചനപ്രകാരം ജീവിക്കുവാനായി തങ്ങളെ തന്നെ ബന്ധപ്പെടുത്തിയ ബദ്ധന്മാർ കർത്താവിൻ്റെ ക്രൂശ് മരണത്തിന് മുമ്പ് മരിച്ച് കല്ലറയിൽ ഇരിക്കുകയായിരുന്നു. അവരെ വിടുവിച്ച് മുകളിൽ കൊണ്ടുപോകുന്നത് ആരെന്നാണ്? സങ്കീർത്തനം 68:18 പറയുന്നത് യഹോവയോട് പറഞ്ഞു, നീ ഉയരത്തിൽ കയറി ബദ്ധന്മാരെ പിടിച്ചു കൊണ്ടുപോയി, യാഹ് എന്ന ദൈവം അവിടെ വസിക്കേണ്ടതിന്. ഇത് യഹോവ ചെയ്യുന്നതാണ്. നമുക്ക് ഇവിടെ ആരാണ് ചെയ്തത്? എഫേസർ 4:8 യേശുവിൻ്റെ ശരീരം കല്ലറയിൽ ഇരിക്കുന്ന സമയത്ത് യേശു ചെയ്താണ്. അവൻ ബദ്ധന്മാരെ പിടിച്ചു കൊണ്ടുപോയി മുകളിലേക്ക് കയറി മനുഷ്യർക്ക് നല്ല ദാനങ്ങളെ കൊടുത്തു. അപ്പോൾ യഹോവ ചെയ്യുമെന്ന് പറഞ്ഞ കാര്യം ആത്മാവായി നിന്ന സമയത്ത് ചെയ്തത് ഇപ്പോൾ ശരീരത്തിൽ നിന്ന് ശരീരം കല്ലറയിൽ ഇരിക്കുമ്പോൾ ആത്മാവായി തന്നെ പോയി ചെയ്തു. അടുത്ത് കൊലോസ്യയിൽ പറയുന്ന വീണ്ടെടുപ്പുകാരൻ ആരാണ്? അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ആർക്ക്? യേശു ക്രിസ്തുവിൽ. ഈ പാപമോചനം ആരാണ്? യെശയ്യാ പ്രവാചകൻ 44:6 വായിച്ചുക. ഇസ്രായേലിൻ്റെ രാജാവായ സൈന്യങ്ങളുടെ യഹോവ അവൻ്റെ വീണ്ടെടുപ്പുകാരനായ യഹോവ. അപ്പോൾ വീണ്ടെടുപ്പുകാരൻ ഒരുവനേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. ഇനി ഒരു കാര്യമാണ്, ആദ്യനും അന്ത്യനും ആരാണെന്ന് നോക്കുക. യെശയ്യാ പ്രവാചകൻ 44:6 പറയുന്നു, ഇസ്രായേലിൻ്റെ രാജാവായ യഹോവ അവൻ്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ആദ്യനും അന്ത്യനും, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. ഇസ്രായേൽ രാജാവ്. ഇനി വെളിപ്പാട് പുസ്തകം 1:17 നോക്കുക. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെയായി, അവൻ്റെ കാൽക്കൽ വീണു, അവൻ്റെ വലങ്കൈ എൻ്റെ മേൽ വെച്ച് ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും. ആരാണ്? കർത്താവായ യേശു ക്രിസ്തുവാണ് ആദ്യനും അന്ത്യനും. ഇവിടെ യോഹന്നാൻ അവനെ കണ്ടപ്പോൾ മരിച്ചവനെ പോലെ ആയതുകൊണ്ടാണ്. ഈ യോഹന്നാൻ യേശു ക്രിസ്തുവിൻ്റെ മാറിൽ ചാരിക്കിടന്ന് അത്രത്തോളം സ്വാതന്ത്ര്യമുണ്ടായിരുന്ന ആ സമയത്ത് യേശു പ്രാർത്ഥിക്കുന്ന പിതാവിനോട് 2 തോന്നും. എന്നാൽ ആത്മവിവശതയിൽ, കർത്തൃദിവസത്തിൽ ആത്മവിവശതയിലായപ്പോൾ ഈ യോഹന്നാൻ സ്നാപകൻ ഇതേ യേശുവിനോട് കണ്ടപ്പോൾ അവൻ തന്നെ സർവശക്തനായ ദൈവം ആ കാഴ്ച കണ്ടാണ് അവൻ മരിച്ചവനെ പോലെ ആയത്. അവിടെ നിർത്തിയാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത്. യേശുവിനെ കർത്താവ്, റോമർ 10:9 യേശുവിനെ കർത്താവ് എന്ന് പറയാൻ പറഞ്ഞാൽ എല്ലാവരും പറയും. പക്ഷേ ഇത് നോക്കുമ്പോൾ വീണു പോകും. പുത്രൻ തന്നെയാണ് പിതാവ്. ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നത്, തുടർന്ന് യേശുവിനെ ക്രിസ്തു അല്ല എന്ന് പറയുന്നെങ്കിൽ എതിർ ക്രിസ്തു എന്ന് ബൈബിൾ പറയുന്നു. അത് നോക്കിയാലോ, പുത്രനാണ് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ അല്ല എന്ന് തന്നെയാണ് പറയുന്നത്. അല്ല എന്ന് പറയുന്നവരെ കുറിച്ച് ബൈബിൾ പറയുന്നത് എതിർ ക്രിസ്തു എന്ന്. ആ കാര്യമാണ് തുടർന്ന് പഠിപ്പിക്കുന്നത്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.